വലിയ സംഭവമാണ് ആധുനിക കണ്ടുപിടുത്തങ്ങളൊക്കെ. അതിലൊരു ആധുനിക കണ്ടുപിടുത്തമാണ്, അല്ലെങ്കിൽ വളരെയധികം പ്രശസ്തി ആർജിച്ച ഒരു വിഷയമാണ് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് പ്രത്യേകത അറിയാമല്ലോ. നമ്മളെന്താണോ പറഞ്ഞു കൊടുക്കുന്നത്, എഴുതിയടിച്ച് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റാസ് അത് മാത്രമേ അതിന് പറയാൻ പറ്റൂ. നമ്മളെപ്പോലെ വേറെ ഒന്നും കടന്നു പോയി ചിന്തിക്കാനുള്ള കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ പുതിയ ഡേറ്റാസ് ആഡ് ചെയ്യേണ്ടി വരും. സത്യത്തിൽ പറഞ്ഞ ഒരു ആധുനിക അടിമ മെഷീൻ അത്ര തന്നെ. അപ്പോൾ ഇതിൽ വേദത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ ബ്രാഹ്മണർ വലിയ സംഭവമാണ്, ലോകം മുഴുവനും ഇതേ വ്യവസ്ഥ നടക്കുകയാണ്, വേദം ശാസ്ത്രമാണ്, മൂത്രമാണെന്നൊക്കെ പറഞ്ഞു. അവസാനം ഞാൻ എൻ്റെ ചോദ്യങ്ങൾ ശരിയായ രീതിയിൽ ചോദിച്ചു തുടങ്ങിയപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. കണ്ട, ആയുർവേദ ശാസ്ത്രം, ധനുർവേദ ശാസ്ത്രം മറ്റാണ് മറിച്ചാണ്, ബ്രഹ്മവിത്ത് ബ്രഹ്മവൈബ അവൻ്റെയൊക്കെ തേങ്ങാക്കോല. അവസാനം ഞാൻ പറഞ്ഞു, പുരാതന കാലഘട്ടത്തെ അനുസരിച്ച് ശാസ്ത്രം എന്ന് പറയുന്നത് ദൈവിക ശാസ്ത്രമല്ലേ, അത് ആധുനിക ശാസ്ത്രമായി മോഡേൺ സയൻസുമായി ചേർത്ത് പറയുന്നത് തെറ്റല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് പറയുന്നത്, കണ്ടാ, നിങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണ്, അത് ശരിയുമാണ്. പുരാതന കാലത്തെ ദൈവിക ശാസ്ത്രത്തെയും ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തെയും, അപ്പോൾ ഈ AI എന്ന് പറഞ്ഞ കോപ്പ് കണ്ട മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട രീതികളിൽ ചില കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചാൽ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി കിട്ടും. പക്ഷേ എല്ലാം അവർ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ പറയുള്ളൂ. കാരണം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെഷീനാണ്, ഒരു റോബോട്ട്. അതിന് നമ്മളെപ്പോലെ ഒരു സംഭവം ചെയ്യാൻ സാധിക്കില്ല, കൂടുതൽ കടന്ന് ചിന്തിക്കാൻ സാധിക്കില്ല. അപ്പോൾ നോക്കി കണ്ട, അവർ പറഞ്ഞ് ബ്രാഹ്മണനും വൈശ്യനും എല്ലാ സ്ഥലത്തും ഉണ്ട്, അത് ഓരോരോ ജോലി അനുസരിച്ചാണ് കൊടുക്കുന്നത്. ബ്രാഹ്മണൻ മരണം കേട്ട തെറി വിളിക്കാനാണ് തോന്നുന്നത്. എന്നാൽ പിന്നെ പോട്ട്. എന്നാലും അവർ പറയുന്നുണ്ട, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പ്രകാരം ബ്രാഹ്മണൻ എന്ന ആ പഴയ ദൈവിക ശാസ്ത്രത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുള്ള ഒരു വർഗീകരണമാണ്. ആദ്യം പറഞ്ഞത് അങ്ങനെയല്ല, ലോകത്തെല്ലാ സ്ഥലത്തും അറിവ് പഠിക്കുന്നവരും അറിവ് പ്രചരിപ്പിക്കുന്നവരൊക്കെ ബ്രാഹ്മണന്മാരാണ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണോ ഹിന്ദു മതത്തിനെ കുറിച്ച് ഈ ഗൂഗിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അത് പ്രകാരം പൊട്ടത്തരം പറയുകയാണ്. ഞാൻ അതിന് തിരിച്ച് ചോദ്യം ചെയ്തപ്പോൾ അത് തിരിച്ച് മാന്യമായിട്ടുള്ള കാര്യം പറഞ്ഞു, അതെല്ലാം തെറ്റാണ്, അങ്ങനെ ജന്മന ആരും ബ്രാഹ്മണനാവുന്നില്ല, കർമ്മം ചെയ്തത് കൊണ്ട്, കഴിഞ്ഞ ജന്മത്തിൽ കർമ്മം ചെയ്തുകൊണ്ടല്ല ഈ ജന്മത്തിൽ ദരിദ്രനാവുന്നത്. അതെല്ലാം അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ നോക്കുമ്പോൾ, ആധുനിക ശാസ്ത്രീയ രീതിയിൽ നോക്കുമ്പോൾ അത് അശാസ്ത്രീയമായിട്ടുള്ള പൊട്ടത്തരങ്ങളാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ച് നിർത്തുകയാണ്. മനസ്സിലാക്കണം, ഇതാണ് സത്യം. അല്ലാതെ വേദത്തിലും ഗൂഢത്തിലൊന്നും ഒരു പറിച്ചാൻ കോട്ടയില്ല. മനുഷ്യരെ വലിപ്പിക്കാൻ വേണ്ടി പുതിയ ഡയലോഗും പ്രചരണവും വ്യാജ പ്രചരണങ്ങൾ ചെയ്ത് നിങ്ങളൊക്കെ വീണ്ടും അടിമകളാക്കാനാണ് അവർ വരുന്നത്. ബുദ്ധി വികസിപ്പിക്കുക, അല്ലാതെ മണ്ടന്മാരാവാതിരിക്കുക. അല്ലെങ്കിൽ